കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകരെല്ലാവരും കേട്ട് സങ്കടപ്പെട്ടൊരു വാർത്തയായിരുന്നു നടി സീമാജി നായരുടെ സഹോദരൻ മരിച്ച വിവരം. അച്ഛന് തുല്യം താൻ കണ്ടിരുന്ന തൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് അന്തരിച്ചത് എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും സീമയെ സങ്കടത്തിൽ നിന്ന് മാറ്റാനായി നോക്കി. എനിക്ക് വളരെ ചെറുപ്പത്തിൽ കിട്ടിയ ഒരച്ഛൻ്റെ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് നഷ്ടമായത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ വിടവ് നികത്താൻ ആരും എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ങായി നിന്നത് മനോജും ബീനയുമാണ് എന്നാണ് സീമ പറയുന്നത്. ഈ താരദമ്പതികളെ മലയാളികൾക്കൊക്കെ തന്നെയും സുപരിചിതമാണ്. സ്വന്തമായി യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് തന്നെ ഇവർ പല വിവരങ്ങളും അതിലൂടെ പങ്കുവച്ച് എത്താറുമുണ്ട്. ഇപ്പോഴിതാ സീമയ്ക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിലും ഒരുപാട് പേരുണ്ടെങ്കിലും ഏറ്റവും ആദ്യം എത്തിയതും അവർ തുടരെ എന്നോടൊപ്പം നിന്നതും ഇവർ രണ്ടുപേരുമാണ് എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സീമ. അച്ഛനോളം വരുന്ന എൻ്റെ ചേട്ടനെ നഷ്ടപ്പെട്ട സങ്കടം എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ആ ഒരു വിഷമം പക്ഷേ കരകയറാൻ എന്നെ അനുവദിച്ചതും സഹായിച്ചതും ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ രണ്ടുപേരാണ് മനോജ് ചേട്ടനും ബീനയും. എനിക്കൊരിക്കലും അവരുടെ സ്നേഹം മറക്കാനാവില്ല. എൻ്റെ അച്ഛന് തുല്യമായിരുന്നു എൻ്റെ ചേട്ടൻ. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചിയെ വിവാഹം കഴിക്കുന്നത്. അന്ന് രാവിലെ ഒരു കാർഡിയാക് അറസ്റ്റ് രൂപത്തിൽ ചേട്ടനെ ഈശ്വരൻ കൊണ്ടുപോയി. അങ്ങനെയായിരുന്നു ഗിരിജൻ്റെ വിയോഗത്തെക്കുറിച്ച് സീമ കുറിച്ചത്. ഇപ്പോഴിതാ തന്നെ വിളിക്കാനും തന്നെ ചേർത്ത് പിടിക്കാനും ഒക്കെ നിരവധി പേരുണ്ടായിരുന്നതായി സീമ വെളിപ്പെടുത്തുകയാണ്. ദുഃഖസമയത്ത് ചേർത്ത് പിടിച്ചവരെയും വിളിക്കാൻ പോലും തയ്യാറാകാത്തവരെയും കുറിച്ച് താരം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ശക്തമാകുന്നത്. എൻ്റെ ചേട്ടൻ്റെ ചടങ്ങുകൾ ഇന്നലെയാണ് കഴിഞ്ഞത്. ഓരോ വിടവാങ്ങലും നികത്താൻ പറ്റാത്തതാണ്. മനസ്സിൽ ആഴത്തിൽ ഏൽക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല. നമ്മുടെ സന്തോഷത്തിലൊരാൾ ചേർത്ത് പിടിക്കുമെന്ന് പറയാറുണ്ടല്ലോ, എന്നറിയില്ലേ. പക്ഷെ നമ്മുടെ ദുഃഖത്തിലൊരാൾ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു പരിധിവരെ ആ സമയം കടന്നു പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. 42 വർഷമായി ഈ രംഗത്ത് വന്നിട്ട് നമ്മുടെ ദുഃഖത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത്രയും വർഷം വേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ താരം കുറിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ ചടങ്ങുകൾ ഇന്നലെയാണ് കഴിഞ്ഞത്. എന്നെ ഒരുപാട് പേർ വിളിച്ചു. ബീനയുടെയും മനോജിൻ്റെയും ഫോട്ടോ ഇട്ടത് എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. ഓരോ വിടമങ്ങാലും നികത്താൻ പറ്റാത്തത് തന്നെയാണ് എന്ന് പറയാം. ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അറിയുന്നത് വളരെ വൈകിയാണെന്ന് പറഞ്ഞേ മാത്രം. ബീനയും മനോജും കൂടെ തന്നെ ഉണ്ടായിരുന്നു സഞ്ചയനം വരെ. ഞാനും ബീനയും തമ്മിൽ കുറഞ്ഞത് 25 വർഷത്തെ പരിചയമെങ്കിലുമുണ്ട്. അടുത്ത ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും, വിളിക്കുമോ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. പക്ഷെ പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഇന്നുവരെ മുഖം കറുത്തൊരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വന്നിട്ടില്ല. എന്നെ ചേർത്ത് പിടിച്ചതിൽ ബീനയോടും മനോജിനോടും നന്ദി എന്ന 2 അക്ഷരം എഴുതി തീർക്കുന്നില്ല. പറഞ്ഞു തീർക്കാൻ പറ്റുന്നതുമല്ല. എൻ്റെ മനസ്സിൽ ആ 2 അക്ഷരം തന്നെ അങ്ങനെ കിടക്കട്ടെ. ഓരോരുത്തരുടെയും ദുഃഖങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ ഞാൻ ഓടിയ ഓട്ടത്തിന് കയ്യും കണക്കുമില്ല. ഇപ്പോഴും ഓടുന്നു. അതെൻ്റെ കടമയായി തന്നെ കണക്കാക്കുന്നു. പക്ഷേ ഈ രംഗത്ത് നിന്നല്ലാതെ ഒരുപാട് പേർ ചേർത്ത് പിടിച്ചു. നന്ദു മഹാദേവനും അതുപോലെ അച്ഛനും അമ്മയും അടക്കം ഒരുപാട് പേർ. അങ്ങനെ എല്ലാവരോടും സ്നേഹം മാത്രമെന്ന് സീമ പറഞ്ഞു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.